നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മെയ് വിതരണം തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് ആദ്യഘട്ടത്തിൽ 2000 രൂപ ലഭിക്കുക, തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ, അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷനായിരുന്നു കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പെൻഷൻ പദ്ധതിയുമായി സർക്കാർ വന്നിരുന്നത്. 2 മാസത്തെ പെൻഷനാണ് അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പെൻഷൻ വിതരണം അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഇനി 2 മാസത്തെ പെൻഷൻ കൂടിയാണ് ലഭിക്കാനുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷനാണ് ഇനി ലഭിക്കാനുള്ളത്. അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ നാളെ മുതൽ തുടങ്ങുന്നത്. ഈ സർക്കാരിൻ്റെ ആദ്യ പെൻഷൻ സ്ത്രീകൾക്കായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് അപേക്ഷ കൊടുത്ത് അപ്രൂവലായ ഒരുപാട് ആളുകൾക്ക് അന്ന് പെൻഷൻ ലഭിച്ചിരുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ യെസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അന്ന് അപേക്ഷ കൊടുത്ത് അപ്രൂവലായി പെൻഷൻ ലഭിച്ച സ്ത്രീകൾക്ക്, മുഴുവൻ സ്ത്രീകൾക്കും നാളെയോ മറ്റന്നാളത്തോടോ കൂടി തന്നെ 2000 രൂപയുടെ പെൻഷൻ വിതരണം ലഭിക്കുന്നതാണ്. അന്ന് കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പണം വരിക. പക്ഷേ അന്ന് അപേക്ഷ കൊടുത്ത് അപ്രൂവലായി ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വരാത്ത ആളുകൾക്ക് എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് നമുക്ക് അറിയാൻ തന്നെ സാധിക്കും. നമ്മുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് കൊടുത്ത മൊബൈൽ നമ്പർ, അന്ന് കൊടുത്ത അക്കൗണ്ട് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ അറിയാൻ സാധിക്കും. ഇതിൽ അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ നമ്മുടെ പെൻഷൻ അപ്രൂവലായിട്ടുണ്ടാകും, പക്ഷേ നമുക്ക് പണം അക്കൗണ്ടിൽ വരികയില്ല. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ തന്നെ നമ്മൾ ഏത് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലേക്കാണോ അപേക്ഷ കൊടുത്ത് അവിടുത്തെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അപേക്ഷയെ തെറ്റുകൾ തിരുത്താൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നാളെയോ മറ്റന്നാളോ ലഭിക്കുന്ന പണം അവർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട്, ഫ്രീസായ അക്കൗണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അക്കൗണ്ട് EKYC പൂർത്തിയാക്കുക. ഏത് ബാങ്കിലാണോ നമ്മുടെ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ഫോട്ടോ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവയുമായി കൊടുത്ത് നിങ്ങൾ EKYC പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നാളത്തെ പെൻഷൻ വിതരണത്തിൽ നിങ്ങൾക്കും പണം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴും ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളായിരിക്കണം. അവർക്ക് സർക്കാരിൽ നിന്നോ അതർ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ സ്ഥിരമായി ലഭിക്കുന്ന ആളാവരുത്. അതുപോലെ തന്നെ നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ മാസം 1000 രൂപയുടെ പെൻഷൻ ഈ സർക്കാർ തുടരുന്നത്. അതുപോലെ തന്നെ ചുവപ്പ്, വെള്ള റേഷൻ കാർഡുള്ളത്, ചുവപ്പ് റേഷൻ കാർഡ് കൈവശമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വെള്ള, നീല റേഷൻ കാർഡ് കൈവശമുള്ള ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. സർക്കാർ പറയുന്ന എല്ലാ ക്രൈറ്റീരിയങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും. അതിൽ ആദ്യത്തേത് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് താഴെ വീട്ടിലുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കും. അതുവഴി നിങ്ങൾക്കും പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. മാസം 1000 രൂപയായിരിക്കും നിങ്ങൾക്ക് പണം ലഭിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.